ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ഫ്രൈ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 പഴുത്ത തക്കാളി, ഒരു സവാള, 2-3 പച്ചമുളക്, 3-4 വെളുത്തുള്ളി അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. ഇത്ര നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയാണ് കേട്ടോ നമ്മൾ ആദ്യം എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തത്. പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ടെന്ന് നമുക്കിനി കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ശരിക്കും വഴറ്റിയെടുക്കാവേ. ഉപ്പ് നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത് ശരിക്കും നന്നായിട്ടൊന്ന് വേകണം. കുറച്ച് മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മുളക് പൊടിയുടെ പച്ച ചുവയൊക്കെ പോകണം. ഒന്നുകൂടി നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഗരം മസാല, പെരുംജീരകമൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് അത്ര സ്പൈസി ആയിട്ട് വേണ്ട. എനിക്കിതാണ് ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയേക്കണത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോംബോ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈസി ടൊമാറ്റോ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും അഭിപ്രായം പറയണേ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.